എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ പ്രൊഫഷണൽസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അയർലൻഡിലേക്ക് ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവരുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ അക്കോമഡേഷൻ ക്രൈസിസ് വളരെ കൂടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അക്കോമഡേഷൻ ക്രൈസിസ് നേരിടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധേയമായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അയർലൻഡിലേക്ക് വരുന്ന ഇമിഗ്രൻസിന്റെ കയ്യിൽ നിന്ന്, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആയിട്ടും പ്രൊഫഷണൽസ് ആയിട്ടും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഈ അക്കോമഡേഷൻ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുക്കാമെന്ന് കരുതി കുറെ ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നൽകാൻ വേണ്ടി കൂടിയാണ് പലരും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഈ തട്ടിപ്പുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു 8 വർഷം മുന്നേ ഞാൻ ഇവിടെ ആദ്യം വന്ന സമയത്ത് ഇത്തരത്തിലൊരു തട്ടിപ്പില് ഞാനും ഇരയാകേണ്ടതായിരുന്നു. ഇവിടെ റൂം അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും ഇത്തരത്തിൽ വളരെ വിശ്വസനീയമായി തോന്നിയ ഒരു അഡ്വർടൈസ്മെന്റ് ഫോളോ ചെയ്യുകയും അതിന് എൻക്വയറിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ഐറിഷ് നമ്പർ ഇല്ലാത്തതിനാൽ ഒരു ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അവരെന്നോട് പറഞ്ഞത് വളരെ വിശ്വസനീയമായിട്ട് അവരിവിടുത്തെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഇവിടുത്തെ അക്കോമഡേഷൻ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റിലെല്ലാം വീടിൻ്റെയും അതിൻ്റെ മുറികളുടെ എല്ലാം വ്യക്തമായ ഫോട്ടോ അതുപോലുള്ള ഡീറ്റെയിൽസ് അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൊക്കാലിറ്റിയിൽ വളരെ വിശ്വസനീയമായ രീതിയിൽ കുറച്ച് താഴ്ന്ന ഒരു റെന്റുമാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. അത് നല്ലൊരു ഓഫർ ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ സമയത്ത് അവരെ സമീപിക്കുകയും ചെയ്തത്. ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഏകദേശം ഒരു 2-3 ദിവസത്തിനകം ഇതിന്റെ ഹൗസ് ഓണർ എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തട്ടിപ്പ് വിദഗ്ധൻ എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹം താമസിക്കുന്നത് അയർലൻഡിലല്ല, വിദേശത്തായതുകൊണ്ട് ഓൺലൈൻ മണി ട്രാൻസ്ഫർ സൗകര്യം ഉപയോഗിച്ച് ഈ വീടിന്റെ ഡെപ്പോസിറ്റ് തുക അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തുക കൈപ്പറ്റിയതിനു ശേഷം അവർ താക്കോൽ കൈമാറാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ ബൈ പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മുടെ അഡ്രസ്സിലേക്ക് നമ്മുടെ കയ്യിലെത്തത്തക്ക രീതിയിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാം എന്നാണ് എന്നെ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിലെന്തോ ഒരു ചതി ഉണ്ടെന്ന് കരുതി ഞാനിവിടെ അറിയാവുന്ന ആളുകളോട് അന്വേഷിക്കുകയും ആ ഒരു ഓഫറിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ഇത്തരത്തിൽ വിദേശത്ത് ഓണർ താമസിക്കുകയാണ്, അതുകൊണ്ട് ബൈ പോസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് താക്കോൽ അയച്ചു തരാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആളെ ഏർപ്പാടാക്കാം, നിങ്ങൾ ആദ്യം തന്നെ ഡെപ്പോസിറ്റ് കൊടുക്കുക, അതുപോലെ ഈ വീട് നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു തുക ഡെപ്പോസിറ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് കൊടുത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് നേരിട്ട് ഫിസിക്കലി പോയി കാണുന്നതിന് മുന്നേ ഇടപാടുകൾ തീർക്കുക എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വൻ തട്ടിപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ അയർലൻഡിൽ വന്നതിന് ശേഷമാണ് അക്കോമഡേഷൻ അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന അക്കോമഡേഷൻ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ആ സ്ഥലത്ത് പോയി ഒന്ന് അന്വേഷിക്കുന്നതും നേരിട്ട് ഇത് പോയി ഒന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും തീരുമാനിക്കുന്നതും നല്ലതായിരിക്കും. പല ഏരിയകളിലും വളരെ ഹൈ റെന്റ് നിലവിലുള്ള സാഹചര്യത്തിൽ തുച്ഛമായ റെന്റിന് വീടും അപ്പാർട്ട്മെന്റും ഒക്കെ വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഈ പറയുന്ന ചതിയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. അതിനുശേഷം ഓൺലൈൻ ട്രാൻസാക്ഷൻ വഴി നമ്മുടെ ഡെപ്പോസിറ്റ് എന്നുള്ള പേരിൽ നല്ലൊരു തുക കൈക്കലാക്കുകയും പിന്നീട് അവരെ ബന്ധപ്പെട്ടാൽ ആൻസർ ചെയ്യുകയില്ല, ഇമെയിലിന് റിപ്ലൈ കിട്ടത്തില്ല, നമ്മൾ ഈ ആളുകളെ ഇവരുടെ ഓഫീസോ അല്ലെങ്കിൽ വീടോ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാനും ഇവരെ ട്രേസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലെറ്റിംഗ് ഏജൻസ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഏജൻസ് വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം വെബ്സൈറ്റിലും അതുപോലെ ഈ അക്കോമഡേഷൻ സെർച്ച് ചെയ്യാനായിട്ടുള്ള കോമൺ വെബ്സൈറ്റുകൾ ഉണ്ട് ഇവിടെ അയർലൻഡിൽ. അത്തരത്തിലുള്ള വെബ്സൈറ്റുകളിലും എല്ലാം ഒരേ പരസ്യം തന്നെ അവർ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ അവരുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് അഡ്രസ്സും വെബ്സൈറ്റും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഈ എല്ലാ അഡ്രസ്സിലും ഒരുപോലെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റ് വിൽക്കാനുള്ള വീടുകൾ, വാടകയ്ക്കുള്ള വീടുകൾ, അങ്ങനെയുള്ള എല്ലാ അവൈലബിലിറ്റി അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഇനി നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലാണ് അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആയിട്ട് അയർലൻഡിലേക്ക് വരുന്ന ആളാണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ അക്കോമഡേഷൻ അവൈലബിലിറ്റി ഒക്കെ അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. അതിന് കാരണം നിങ്ങളുടെ ക്യാമ്പസിന്റെ അഡ്രസ്സും അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ അഡ്രസ്സും കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വെബ്സൈറ്റിൽ തപ്പി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 കിലോമീറ്റർ റേഡിയസിൽ നിങ്ങൾക്ക് എന്തൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണുള്ളത്, ബസ് സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ബസ് സർവീസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം അയർലൻഡിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഈ റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റുകളുണ്ട്. അതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ഒരു അക്കോമഡേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും അതുപോലെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ഓണറുമായിട്ടോ ലെറ്റിംഗ് ഏജന്റുമായിട്ടോ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ വന്നതിന് ശേഷം നേരിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം
പൈസ കൊടുത്ത് അത് തീരുമാനമാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ ആ അക്കോമഡേഷനിലേക്ക് താമസം മാറുക. അതിനു മുൻപേ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാം. പക്ഷേ 100% ഉറപ്പുവരുത്താൻ പറ്റത്തില്ല. കാരണം അക്കോമഡേഷൻ ക്രൈസിസ് ഉള്ള സാഹചര്യത്തിൽ വളരെ പെട്ടെന്നായിരിക്കും ഈ വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതും അതുപോലെ ആപ്ലിക്കൻസിൻ്റെ വളരെ നീണ്ട ഒരു ക്യൂ തന്നെ ഉണ്ടാവും ഓരോ വ്യൂയിങ്ങിനും. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രൊആക്റ്റീവായിട്ട് സെർച്ച് ചെയ്താൽ മാത്രമേ ഒന്ന് കിട്ടത്തുള്ളൂ. പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നവരും തിരക്കുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരും ആയതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ ഒരു അക്കോമഡേഷൻ സംഘടിപ്പിച്ച് തരാൻ ഒരുപക്ഷെ അവരെ കൊണ്ട് സാധിച്ചേക്കും. എന്നാൽ ശാശ്വതമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു അക്കോമഡേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ആക്റ്റീവായിട്ട് അതിന് പിന്നെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് അക്കോമഡേഷൻ എവിടെയൊക്കെ സെർച്ച് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് നമുക്കത് കണ്ടെത്താൻ പറ്റുന്നത്, ഫലപ്രദമായിട്ട് ഈ ചതികളിലൊന്നും പെടാതെ ഏതൊക്കെ വെബ്സൈറ്റിലാണ് നോക്കേണ്ടതെന്നൊക്കെ നമ്മുടെ മുൻപൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അതിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം ഈ അക്കോമഡേഷനൊക്കെ സെർച്ച് ചെയ്യുകയും കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇത്തരത്തിലുള്ള കെണികളിലും ചതികളിലൊന്നും പോയി നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാനും അത് സഹായിച്ചേക്കാം. പണ്ട് കാലം മുതൽക്കേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ആളുകൾ ഇത് പറഞ്ഞറിയുന്നില്ല, വ്യാപകമായിട്ട് ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. എനിക്കൊരു അബദ്ധം പറ്റി, ഞാനിനി എന്തിനത് നാട്ടുകാരോട് വിളിച്ചു പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ പലരും ഇത്തരത്തിൽ അബദ്ധത്തിലെല്ലാം ചാടിയിട്ട് അത് മറച്ചു വെക്കുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ അന്നൊക്കെ വളരെ ഒരു സ്മോൾ സ്കെയിലിൽ മാത്രമേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടന്നിരുന്നുള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇമിഗ്രൻസിൽ നിന്നും ഇത്തരത്തിൽ വളരെ വ്യാപകമായ തട്ടിപ്പ് നടത്തുന്നതിനെ തുടർന്ന് ഇവിടെയുള്ള അയർലൻഡിലെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പലർക്കും ഒരു അവയർനെസ് ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനെ ചില തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നല്ല ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തട്ടെ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ പുതിയ വ്ളോഗ്സും വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്